തിന്നൽ വാനിലെ അമ്പിളി താരകങ്ങൾ തീനൂട്ടാൻ കൊഞ്ചിച്ചൊല്ലും നാദം കേൾക്കയോ വിരൽ തുമ്പിലാടാൻ വരികയോ നിനക്കായി ജന്മം നോറ്റു ഞാനേ ഓരോ കടക്കഥകളായി കാണാം പല മുഖങ്ങളായി തേടും മറുതീരം ദൂരെ ദൂരെ. ഹലോ 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 ഹലോ. വർഷങ്ങൾക്ക് ശേഷം കുറെ നാളായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ അല്ല ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പുള്ളിക്കാരത്തി അമേരിക്കയിൽ ലണ്ടനിലൊക്കെ എപ്പോഴും പരിപാടിച്ച് പോയല്ലേ. ചേട്ടന്റെ പ്രോഗ്രാം ഒന്നും ഇല്ലാണ്ടിരിക്കുവാണല്ലോ. അല്ല അത് തന്നെ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന്. ഈ വേദിയിൽ വരാൻ പറ്റിയത് കൊണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല ഗായികയെ കാണാൻ പറ്റി. നമുക്ക് കാണാൻ പറ്റി. പക്ഷെ എനിക്കൊരു ഷൈഖാന്റെ തന്നെ ഉണ്ട്. ഞാൻ പലപ്പോഴും നമ്മൾ വെച്ചിട്ട് പരിപാടിക്കൊക്കെ പോകുമ്പോ ഒരു കാര്യം പറയണമെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ രണ്ടും മാത്രം കേട്ടു പോകുന്നത് ഇപ്പൊ എല്ലാ ലോകത്തിലുള്ള എല്ലാ മലയാളികളും കേൾക്കും. കാരണം വേറൊന്നുമല്ല, ഞങ്ങള് കറുത്ത ആൾക്കാരെ കുറിച്ച് പാട്ടുപാടി ഹിറ്റാക്കിയ ആളാണത്. കറുപ്പിനഴക് അല്ലേ, ശരിയല്ലേ? അതുകൊണ്ട് വെളുപ്പിനഴകുണ്ട് അല്ലേ? പക്ഷെ അത് വേറെ കാര്യമാണ്, നിങ്ങളെ കുറിച്ചല്ല. അത് കാലത്ത് വെളുത്തു വരില്ല, നേരം വെളുക്കൂലേ, അതിനെ കുറിച്ചാണ് അല്ലേ? നേരം വെളുക്കുന്നതിനഴക്. അല്ല ചേട്ടാ, ഈ കറുപ്പിന് 7 അഴക് കാണുന്നുണ്ടല്ലോ, പക്ഷെ ബാക്കി 93 അഴകും വെളുപ്പിനാണ്. അതല്ലേ? എത്ര ശതമാനത്തിലാ കൂട്ടിയത്? 100-ലല്ലേ? ഞാൻ കൂട്ടിയത് 10-ലാ. 7 ഞങ്ങൾക്കും 3 നിങ്ങൾക്കും. രണ്ടുപേരും കൂടി പഴയ കോമഡി ഈ കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് അതിലേക്കും വരുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം പറയാനുണ്ടോ? കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം ഗായിക ജോൾസിനെയാണ്. അപ്പൊ ഇനി ജോൾസിന പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് അറിയേണ്ടത്? നിങ്ങളല്ലേ വർഷങ്ങളായിട്ട് കണ്ടത്, വർഷങ്ങൾ കൂടി കാണുന്നത്. തൃശ്ശൂർ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. കല്യാണം കഴിച്ച് കുറച്ച് നാള് പുറത്തായിരുന്നു, അല്ലെ ബോംബെയിലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അതിനുശേഷം ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ചെയ്തു. ഇപ്പൊ എറണാകുളത്ത് വന്ന് ഞങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കാൻ തകർക്കാൻ വേണ്ടി കുടിയേറി പാർത്തു. അതെ, രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുക. ഒരു കാര്യം ചോദിച്ചിട്ടെ, സെൻട്രൽ ജയിലിൽ നിന്ന് ഓടിപ്പോന്നാണ് നിശ്ചയം. എനിക്കേ സുബിനെ കാണുമ്പോ വലിയ സന്തോഷം കേട്ടാ. എന്താണ് ഒരു മാഫിയ ശശിയൊക്കെ വന്നിരിക്കണ പോലെ, നല്ല കോസ്റ്റ്യൂം. അതുപോലെ നന്നായിട്ടുണ്ട്. അല്ല, അശ്വതിനെ കാണുമ്പോ ശരിക്കും പറഞ്ഞല്ല, കൊടുങ്ങല്ലൂര് താലപ്പൊലിക്ക് കൊടി കയറിയ പോലെ കൊടിയാ. ഞാനൊരാളും കൂടി ഇവിടെ നിക്കണ്ടേ? ഞാൻ കോമഡി സൂപ്പർ നൈറ്റിന് വേണ്ടി പുതിയ ഉടുപ്പ് വാങ്ങിച്ചതാ. പറയാൻ പോണുള്ളൂ, ഇത് എന്താണിത്? എനിക്ക് സംശയം ഏത് കളർ എടുക്കണം, മഞ്ഞ എടുക്കണോ ചുമപ്പ് എടുക്കണോ, അവസാനം എല്ലാ കളറും ഉള്ള ഒരെണ്ണെടുത്തു. ഇതുപോലത്തെ ഞാൻ പണ്ടിടുമായിരുന്നു, മറ്റേ ടൈലർ കടയിൽ പോയിട്ട് വെട്ടിക്കൂട്ടി സാധനമില്ല, അതാണ് കൂടി ഒരുമിച്ച് ഈ സമൂസൊക്കെ വെട്ടി വെച്ചോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ മഴവില്ലിന്റെ കളർ. ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളെ കുറിച്ച് പറയാം അല്ലെ? നമ്മളെ കുറിച്ച് അല്ല, നമ്മളെ കുറിച്ച് നമ്മനെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ? വന്നാളെ കുറിച്ച് സംസാരിക്കാം. അല്ല, അതല്ല, നമ്മൾ മൂവിയെ കുറിച്ച്, അതാണ് സിനിമയെ കുറിച്ച് പറയാമെന്ന്. ഓ, നമ്മൾ സിനിമയെ കുറിച്ച് പറയാല്ലേ? നമ്മളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ ഇഷ്ടം പോലെ പറയുന്നുണ്ട്, വീട്ടുകാർ വരെ കേൾക്കുന്നുണ്ടല്ലോ ദൈവമേ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ സിനിമയെ കുറിച്ച് പറയാം. നമ്മൾ എന്നുള്ള സിനിമ കൂടെയാണ് എന്റെ ആദ്യത്തെ ഒരു ബ്രേക്ക് വന്നത്, സുഖമാണി നിലാവ് എന്നുള്ള പാട്ട്. ആക്ച്വലി ആ ഫിലിമിലൂടെ ഒരുപാട് പേര് എന്താ പറയാ ഫിലിം ഫീൽഡിലേക്ക് എൻട്രി ചെയ്തവരുണ്ട്, ഇഷ്ടംപോലെ. സിദ്ധാർത്ഥ്, അതുപോലെ തന്നെ ജിഷ്ണു, പിന്നെ ഭാവന, രേണുക, പിന്നെ പാട്ടുകാരൻ ഞാൻ, ഫ്രാങ്കോ, വിധു, അഫ്സൽക്ക, ഒരുപാട് പേര് ഈ ഫിലിമിലൂടെ ആക്ച്വലി വന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു കൂട്ടത്തിൽ, ആ പുതുമുഖങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരാളായിരുന്നു ജിഷ്ണു. പക്ഷെ ഇന്ന് ജിഷ്ണു നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ജിഷ്ണുവിനെയും കൂടെ ഓർമ്മിക്കുകയാണ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിൽ. ജിഷ്ണുവിന്റെ ആ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് ആ പാട്ടൊന്നും കൂടെ കേട്ടാലോ? ഓ യെസ്, വൈ നോട്ട്.
സുഖമാണി നിലാവ് ഇന്ദു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ ഇന്ദു രസമാണി സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാം കുളിരലയിൽ നനഞ്ഞലിയാം അഴകേ സുഖമാണി നിലാവ് ഇന്ദു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോൾ ഇന്ദു രസമാണി സന്ധ്യ. ശരിക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. മലയാളം പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രേക്ഷകരെ അല്ലെങ്കിൽ കേൾക്കുന്നവരെ സുഖിപ്പിക്കുന്ന ഒരാളാണ് ജ്യോത്സ്ന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഏത് പാട്ടുകൾ എടുത്തു നോക്കിയാലും ഭയങ്കരമായിട്ട് സുഖിപ്പിക്കും അങ്ങോട്ട്. ചെറുപ്പത്തിൽ തന്നെ ഈ സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങോട്ട് സുഖിച്ചു. താങ്ക് യു. അത് പാട്ടിൽ മാത്രമല്ല നമ്മളെ കണ്ടാലും സൂചിപ്പിക്കും. അതല്ല ഒരു ഓമനത്തും തോന്നുന്നു ഒരു കൊച്ചുകുട്ടികൾ. കാര്യം ഒരു കൊച്ചുകുട്ടിയുടെ അമ്മയാണ് ഇപ്പോ. അതൊന്നും തോന്നത്തില്ല. ആ കൊച്ചുകുട്ടികളുടെ ഒരു വാത്സൽ നമുക്ക് ചക്കര മുത്തേ എന്നൊക്കെ പറയുന്നത് നേരത്തെ കാണുന്നൊക്കെ പോലെ തന്നെ കേട്ടോ. ഒരു മാറ്റമൊന്നുമില്ല. ആ സന്തോഷം ചിരിയും ആ തമാശയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പം. ഞാൻ കരുതി കല്യാണം കഴിക്കുമ്പോൾ ഇത് മാറുമെന്നില്ല. അല്ല നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ. അല്ല ഹസ്ബൻഡിന്റെ കാര്യം അറിയോ? കല്യാണ ഫോട്ടോ ചിരിച്ചതാ, പിന്നെ ചിരിച്ചിട്ടില്ല. ഒരാൾക്ക് ഏതായാലും മാറ്റം ഉണ്ടല്ലോ, അത് മതി. നമ്മള് പറയൂ ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു ഫണ്ണി ഇൻസിഡന്റ് വന്നാൽ ഉടനെ അത് വൈറലായി എന്ന് പറയും. ഈ വൈറൽ എന്നുള്ള ടീം വൈറലായിട്ട് തന്നെ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഈ വൈറൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വൈറലായ ആളാണ് ജ്യോത്സ്ന. സ്റ്റേജിൽ ഒന്ന് തെന്നി വീണു. അന്ന് അത് ബ്ലൂടൂത്ത് വഴി വന്ന് അങ്ങനെയാണ് കൂടുതലും ഷെയർസ് ഒക്കെ പോവാ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് സെലിബ്രേറ്റ് ചെയ്തു. ഒരാളുടെ വീഴ്ചയിൽ ഇത്രയധികം ആളുകൾ സന്തോഷിച്ചൊരു സംഭവം ഉണ്ടാവില്ല. പേര് എന്നെ കണ്ടിട്ട് പറഞ്ഞു തരുമോ? ഞാൻ വീണ കണ്ടിട്ട് അവര് കൊറേ ചിരിച്ചു. എത്ര പേര്. അതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? അന്ന് ഷൂട്ട് നടക്കുമ്പോ എന്റെ കൂടെ അമ്മ വന്നിരുന്നു കേട്ടോ. അന്ന് ആ ഫ്ലോറിൽ ഏറ്റവും ആദ്യം ചിരിച്ചത് എന്റെ അമ്മയാ. ശരിക്കും ഭർത്താവ് അങ്ങനെ വീഴ്ത്തിയാണോ അല്ലെങ്കിൽ ഭർത്താവിനെ ജ്യോത്സ്ന വീഴ്ത്തിയാണോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ ഒരു പരസ്പരമുള്ള ഒരു വീഴ്ചയായിരുന്നു. ആദ്യം വീണതെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. കൂട്ടിയിടിയായിരുന്നു. ഇപ്പൊ ഒരു സിംഗർ മാത്രമല്ല, ഒരു ആങ്കറും കൂടിയാണ്. നമ്മളിപ്പോ ഇങ്ങനെ ആ ഒരു കലാപരിപാടി കൂടി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? അല്ല, ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച ഒരു സൈലന്റ് ആയിട്ട് ഒരു സൈഡിൽ കൂടെ പാട്ട് ബ്രഹ്മാണ്ഡമായിട്ടും സൈലന്റ് അത് ആൾക്കാർ കൂടുതൽ ഈ പറഞ്ഞ പോലെ വൈറലാവാൻ തുടങ്ങിയ എപ്പോഴാണെന്നറിയോ? ഒരു 8-9 മാസം പ്രഗ്നന്റ് ആയിരുന്നോണ്ട് ആ പ്രോഗ്രാം ചെയ്യുക, പാട്ട് പാടുകയും ചെയ്യുക. അപ്പൊ എല്ലാം കാണുന്ന അമ്മച്ചിമാർക്ക് ദൈവമേ ഈ കൊച്ചു 8-9 മാസമായല്ലോ, ഇതെന്ന് ഈ ഫ്ലോറിൽ തന്നെ പ്രസവിക്കുമായിരിക്കും. അങ്ങനെ നെഞ്ചു തിരുമിയിരുന്ന കുറെ അമ്മമാരുണ്ട് അല്ലേ? ഞാൻ പ്രസവിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് വരെ ഷൂട്ട് ചെയ്തിരുന്നു. അതാ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂളും ആക്ച്വലി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു എമർജൻസി ഇൻ കേസ് ഒരു ആംബുലൻസ് ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ച് ചെയ്യാം. പക്ഷെ അപ്പോഴേക്കും ഞാൻ പ്രസവിച്ചു. അത് വേണ്ടി വന്നില്ല. എന്താ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹമുണ്ടേ? ഓ വേണ്ട ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് എനിക്കതാ സുഖം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മളൊരു പ്രോഗ്രാം അബുദാബി പ്രോഗ്രാം ചെയ്തു അല്ലെ? ഒറ്റയ്ക്കായിരുന്നു വന്നിരുന്നത്. ഒറ്റയ്ക്കായിരുന്നു വന്നത്. അപ്പൊ ഞാനുണ്ട്, പിഷാരിയുണ്ട്. വലിയൊരു പ്രോഗ്രാമാണ്, വലിയൊരു ഈവന്റ് നടക്കാണ്. അത് ആംഡ് ഫോഴ്സസ് ക്ലബില് അബുദാബിയില്. അപ്പൊ വന്ന് ഇടയ്ക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് 1.5 കിലോമീറ്റർ നടക്കണം. നടന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ദഹിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടം വരെ പോണല്ലോ എന്നുള്ള ഇതിനെ ഞങ്ങൾ എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെയുള്ള ഒരു ഗർഭിണിയാണ്. എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇരുന്ന് വെച്ചും പറയും, ഷോ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭയങ്കര ഒരു കൊതി തോന്നുന്നുണ്ടെന്നേ, എനിക്ക് ബർഗർ തിന്നാൻ കൊതി തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ബലിയാടായിട്ട്. ആ പുള്ളിക്കാരൻ അപ്പൊ തന്നെ ബർഗർ മേടിച്ചോണ്ട്. ബർഗർ മേടിച്ച് എത്രയും മുമ്പ് അത് അവക്കാഡോ ജ്യൂസ് കിട്ടുമോ? ഗർഭിണിയായിട്ടിരുന്ന അവക്കാഡോ ജ്യൂസ് ഒക്കെ ചോദിക്കോ? ആയിക്കോട്ടെ, അതും വിളിച്ചു പറഞ്ഞു.
എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് തിന്നാൻ തോന്നുന്നുണ്ട്. അടിപൊളി. ഇത് പറയുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കുന്നുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞ് ഓരോരുത്തർ ഓരോന്ന് കഴിച്ച് എല്ലാവർക്കും വയറ് നിറഞ്ഞു. പിന്നെ അത് കൂടാതെ ഷവർമയും ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഇതേ റൂമിൽ കൊണ്ടുപോകട്ടെ. അപ്പൊ എനിക്ക് റൂമിൽ തന്നെ ഇരിക്കുമ്പോ വെറുതെ കഴിക്കാല്ലോ. ഞങ്ങളെ ഇത് ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഇങ്ങനെ ആഹാരത്തിനോട് ആഗ്രഹങ്ങൾ കൂടുന്നൊക്കെ ഞാനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അല്ലേ ചേച്ചിമാരെ, ഗർഭിണിയായിരിക്കുമ്പോ ഭയങ്കര വിശപ്പായിരിക്കില്ലേ? അതാ സമ്മതിച്ചു. ഞാൻ അത് 2 മണിക്കൊക്കെ എന്നിട്ട് എനിക്ക് വിശക്കുണ്ടല്ലോ, ഭർത്താവിന്റെ അടുത്ത് കുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്, കുട്ടിക്ക് 2.5 വയസ്സായി. കണ്ടാ പറയില്ല. നേരത്തെ അങ്ങനെ തന്നെ ജോത്സ്യനെ എനിക്കറിയാം. അച്ഛനും അമ്മനെയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചിക്കനാണ്. അല്ല, നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. കുക്ക് ചെയ്യോ? അത്യാവശ്യം കുക്ക് ചെയ്യും കേട്ടോ. ഓ, പഠിച്ചു, എല്ലാം പഠിച്ചു. പിന്നല്ലാണ്ട് ഒറ്റയ്ക്ക് പരീക്ഷണങ്ങളിലൂടെ പിന്നെ ഈ തൽക്കാലം ഭർത്താവിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കട്ടെ. ഇതുവരെ കുക്ക് ചെയ്തതിൽ ഏതാ പണി പാളി പോയി എന്ന് തോന്നിയിരിക്കുന്നത്? എല്ലാം. ഒരു ദിവസം ഞാൻ കടലപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി. അതൊരു വൻ പരാജയമായിരുന്നു. പക്ഷെ അന്ന് കല്യാണം കഴിഞ്ഞ ഉടനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചേട്ടനോട് പറയണ്ട്, ഡോ ഇത് അരിപ്പൊടി അല്ല, അരിപ്പൊടി തന്നെയാ, മിണ്ടാണ്ടിരുന്ന് കഴിക്കുന്ന. പാവം മുഴുവനും കഴിച്ചുട്ടോ. ഭാഗ്യത്തിന് വയറിന് കുഴപ്പമൊന്നും വന്നില്ല. ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. അത് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ അതിനുള്ളത് കിട്ടിയാനെ. പക്ഷേ പുതുമോടി ആയിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അതൊക്കെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഇറക്കാം നമുക്ക്, അല്ലേ? അല്ല, പിന്നെ നമുക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ പരീക്ഷണങ്ങൾ നമ്മളിപ്പോ കഴിച്ചോണ്ടിരിക്കുന്നത്. പുട്ടിന്റെ കൂടെ കടല കഴിക്കാന്നുണ്ടെങ്കിൽ കടലപ്പൊടി വെച്ച് പുട്ട് കഴിക്കാം. ഇപ്പൊ എത്ര ഭാഷകളിൽ പാടി കഴിഞ്ഞു? മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ. സൗത്ത് ഇന്ത്യ ഫുള്ള് കവർ ചെയ്തു. പഠിക്കുന്നുണ്ട് മലയാളം അല്ലാത്ത ബാക്കിയുള്ള ഭാഷകളിൽ പാടുമ്പോ ഒരു ഒറ്റ പാട്ടാ. അതായത് അർത്ഥമൊന്നും അന്വേഷിക്കുന്നില്ല. കേൾക്കുമ്പോ അതുമാതിരി തന്നെ മലയാളത്തിലൂടെ എഴുതിയെടുക്കും, അങ്ങോട്ട് പാടും, അത്രേ ഉള്ളൂ. ഈ തെലുങ്കിന്റെ ഒക്കെ നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ പാടൂലേ, അത് ഒരുപാട് പാടിയിട്ടില്ലേ? റീമേക്കുകളൊക്കെ പാടിയിട്ടുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു റീമേക്ക് പാട്ട്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇവര് പാടുമ്പോ നമുക്ക് നന്നായിട്ടുള്ള നമ്മൾ ആസ്വദിച്ച് തമിഴും തെലുങ്കൊക്കെ കേൾക്കുമ്പോ ഈ പാട്ട് തന്നെ മലയാളത്തിൽ പാടുമ്പോ ചിലപ്പോ നമുക്ക് ചിരി വരും. അത് കുയിലെ പിടിച്ച് കൂട്ടിലടിച്ച നല്ല എനിക്ക് തോന്നുന്നു ഓഡിയോ കാസറ്റിൽ ഏറ്റവും കൂടുതൽ വിപണിയിൽ ഇറങ്ങിയ ഒരു പാട്ടാണ് ആ പാട്ടെന്നല്ല എല്ലാ പാട്ടുകളും. അത് തന്നെ നമ്മുടെ ഈ തമിഴിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, തമിഴിലെ മലയാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ എങ്ങനെയെന്നറിയാമോ? കുയിലിനെ പിടിച്ച് കൂട്ടിലടിച്ച് കൂവാൻ പറയണ ലോകം, മയിലിനെ പിടിച്ച് എന്താണ് കാലി ഉടച്ച് ആടാൻ പറയണ ലോകം, ഇത് എന്തൊരു ലോകമപ്പാ, ഇത് എന്തൊരു ലോകമപ്പാ. എന്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് വന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ബാബ പാട്ടായിരുന്നു അല്ലെ. അതിനുശേഷമാണ് ഇതിന്റെ ഒരു തിരയിളക്കം തന്നെ ഉണ്ടായത് മലയാളത്തില്. പിന്നെ ഞാനിടിച്ചാ താങ്ങൂലടാ, അതില്ലേ? ഞാനിടിച്ചാ താങ്ങൂലടാ, 3 മാസം ഉറങ്ങൂലടാ, എന്നോട് കളിച്ചാ 3 മാസം വീട്ടിൽ പോകൂലടാ. അത് തമിഴിൽ എന്ത് രസമാണ് തമിഴ് കേൾക്കാനായിട്ട്. മലയാളം പാടുമ്പോ അങ്ങനെ പോയി. ഇതുവരെ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പാടിയതാണല്ലോ, അപ്പൊ അത് എങ്ങനെ ഇവിടെ അങ്ങനെ പറയുന്ന ഒരു അവസരം കിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യട്ടെ, തെലുങ്കിൽ പാടിയ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഇവിടെ പാട്. അതായിരിക്കും നല്ലത്. പഞ്ച് പാട്ട്. അതെ. పొమ్మంటోందా, నన్ను రారమ్మంటోందా, ఈ మనసేమంటోందా, నీకైనా తెలిసిందా? పొమ్మంటోందా, నన్ను రారమ్మంటోందా, ఈ మనసేమంటోందా, నీకైనా తెలిసిందా? చూస్తూ చూస్తూ సుడిగాలల్లే చుట్టేస్తుంటే నిలువల్ల బుక్కిరి బిక్కిరి అయిపోతున్నా, ఊపిరి ఆడక నీ వల్ల. ఇదనా అదనా ఎద ఏమన్నా తెలిసే వీలుందా? గోరే 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 గోరే
ഗാനമേളകൾക്കൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ പാടാൻ പറയുന്ന റിക്വസ്റ്റ് വരുന്ന സോങ് ഏതാ? കൂടുതൽ എനിക്ക് വരുന്ന റിക്വസ്റ്റ് പറഞ്ഞാൽ സുഖമാണി നിലാവ്, പിന്നെ കറുപ്പിനഴക് ചോദിക്കാറുണ്ട്, മെഹർബ, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന പാട്ടുകളാ. എന്നാലും വേദികളിൽ ജോൾസിന് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് കറുപ്പിനഴക് എന്നുള്ള പാട്ട്. അപ്പൊ ആ പാട്ടൊന്ന് അപ്പൊ ഈ പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബിജു ചേട്ടന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു താങ്ക് യു. പനിമഴയെ 17 അഴകാണ്, ഓ കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, ഓ പുലരിയിലെ പനിമഴയെ 17 അഴകാണ്, മിഴിക്കുമഴക്, ഓ മൊഴിക്കുമഴക്, ഓ ഒന്ന് തൊടാൻ കൊതിയുണരും മനസ്സിന് നൂറഴക്, എനിക്കും മോഹമായി ഉറക്കെ പാടുവാൻ, വിരിക്കും ചിറകുമായി പറക്കാൻ ദാഹമായി, കൂട്ടുവരുമോ കൂട്ടുവരുമോ ചിട്ടുകുരുവികളെ, കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ, കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, ഓ പുലരിയിലെ പനിമഴയെ 17 അഴകാണ്, പുലരിയിലെ പനിമഴയെ 17 അഴകാണ്. ബിജടാ ഡാൻസും പൊളിച്ച്. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്നറിയോ? ഈ പാട്ട് കൂടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നറിയോ? കറുപ്പിനഴകെന്ന് പറഞ്ഞത് നേരത്തെ തന്നെ പറഞ്ഞു ബിജാടിന്റെ ഉദ്ദേശമാണ്. വെളുപ്പിനഴക് ഇതേ നിൽക്കുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം 17 അഴകെന്ന് പറഞ്ഞല്ലോ, അത് എന്നെ ഉദ്ദേശിച്ച 17ആണോ 16ആണോ? അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇപ്പോ സിനിമാ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അല്ലാതെ ഡിവോഷണൽ ഗാനങ്ങളൊക്കെ പാടിയിട്ടില്ലേ? ഇഷ്ടംപോലെ പാടിയുണ്ട്. അതിലേറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു ഡിവോഷണൽ ഗാനം? ഡിവോഷണൽ ഗാനങ്ങൾ കുറെ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാം പാടിയിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരു ഭയങ്കര കൗതുകത്തോടെ ഞാൻ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്. അതായത് അതിന്റെ മ്യൂസിക് ഡയറക്ടർ അതിൽ നിന്ന് ഉദ്ദേശിച്ചത് മതസൗഹാർദ്ദമാണ്. അത് പുള്ളി അത് ചെയ്തേക്കണത് ഭയങ്കര ഭയങ്കര രസമുള്ള രീതിയിലാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ചന്ദനമണിമാല കണ്ണന് മന്ദാരമണിമാല, കാർമുകിൽ വർണ്ണന് മിന്നും പൊന്നും ചാർപ്പിക്കാം, കരിവള തരിവള ചാർക്കാം, പിന്നെ അരമണി കിങ്ങിണി തെച്ചി വിച്ചക മന്ദാരം, അങ്ങനെ 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 പാട്ട്. സംഭവം ആക്ച്വലി കിടുവല്ലേ? അതായത് ഒപ്പനപ്പാട്ടിന്റെ ട്യൂണില് കൃഷ്ണഭക്തി ഗാനം. അവിടുത്തെ താരം കളിച്ചു വരുമ്പോ ഒപ്പന. അതെ, കൃഷ്ണൻ നടുക്കർത്തിട്ട് നമുക്ക് ഒപ്പന കളിക്കാലോ, എന്തുകൊണ്ടായിക്കൂടാ? പിന്നെ ആരെങ്കിലും സെന്ററിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര കൗതുകത്തോടെ ഞാൻ പാടിയൊരു വർക്കാണ്. അത് പുള്ളി ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ചെയ്തൊരു വർക്കാണ്. ചന്ദനമണിമാല എന്നാണ് ആൽബത്തിന്റെ പേര്. അതാണ് അതെനിക്ക് ഭയങ്കര ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ. വേറെ പലപ്പോഴും ആൽബം സോങ്സ് ഒക്കെ ഈ പറഞ്ഞ മാതിരി നമ്മള് കൊറേ പാടുന്നോണ്ട് കൊറേ നമുക്ക് വരികളൊന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഈ വരികൾ തെറ്റിപ്പോണത് സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു കാര്യം, സ്ഥിരമായിട്ടുണ്ടാവണതാണ് ചേട്ടാ. അല്ല ജോസിനൊക്കെല്ല, ഞങ്ങളുടെ അടുത്ത് ഭജന നടത്തി കഴിഞ്ഞപ്പോ അയ്യപ്പ ഭജനയാണ്. അപ്പൊ ഒരു പാട്ട് പാടി, ലിറിക്സ് എനിക്ക് മനസ്സിലായി, പക്ഷെ ആൾക്കാരൊക്കെ നല്ല കയ്യടിയും ഭവ്യതയോടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി എന്നെ നോക്കി മിണ്ടല്ലേ. ഏത് പാട്ടാന്ന് പറയുമ്പോ, പൊന്നു 18 പടി കെട്ടി പൊന്നമ്പല, ആ പാട്ടില്ലേ? എന്താണ്, പന്തള രാജകുമാര നിന്റെ പാലം പണിയാൻ അഭിഷേകം. പാലം പണിയാന്ന് ഏട്ടാ എന്നെ നോക്കി, മിണ്ടല്ലേ മിണ്ടല്ലേ, പാദം പണിയാനാണ്. എന്നിട്ട് പാട്ട് നിർത്തിയില്ല. ഇല്ല, സാധാരണ ആർക്കും മനസ്സിലായില്ല. ആ ഗന്ധർവ്വൻ താളം അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ജനങ്ങള്, ഓ എന്റെ പൊന്നെ അയ്യപ്പാ, ആര് പറഞ്ഞില്ല ഇത് നമ്മള് സ്റ്റേജിൽ പാടിയുള്ള അവസ്ഥ.
എവിടെയാടാ കോൺക്രീറ്റ് പണി പാലം പണിയാടാ വാടാ പറയൂ. ആൽബം സോങ്സ് ഏതൊക്കെയാണ് പാടിയിരിക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആൽബംസ് ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഡിവോഷണൽ ആയിട്ട് പാടിയിട്ടുണ്ട്, അല്ലാത്ത ലവ് സോങ്സ് പാടിയിട്ടുണ്ട്. തേജ് മെർവിന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതൊരു 4 ലൈൻസ് പാടാം. മഴക്കാലമല്ലേ മഴയല്ലേ, പൂക്കാലമല്ലേ പൂക്കളല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ, എന്റെയും നിന്റെയും മനസ്സ് മഴക്കാലമല്ലേ മഴയല്ലേ, പൂക്കാലമല്ലേ പൂക്കളല്ലേ. ബ്യൂട്ടിഫുൾ സോങ്. ഒന്ന് കൈ എടുത്തേ. എന്താണെന്നറിയോ? വേറൊന്നുമല്ല, അവരെ ആസ്വദിച്ച് ഉറങ്ങിപ്പോയോന്നൊരു സംശയം. അല്ല അങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. രാത്രിയൊക്കെ മറ്റേ തലയുടെ ഇടയ്ക്ക് അങ്ങനെ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ജോൾസിനെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന്. അതറിയില്ല, എനിക്ക് എപ്പോഴും ജോൾസിനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. പറ്റിക്കണം ഇന്റൻഷൻ ഉണ്ടായിട്ടല്ല കേട്ടോ. പക്ഷെ എന്നാലും ജോൾസിനെ ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജോൾസിനെ ഉവ്വോ ആണോ എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് അല്ലേ? സൈക്കോളജിസ്റ്റ് ആണോ? ചെറുതായിട്ട് അല്ല, അത്യാവശ്യം പണി കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റി ആന ഒരു മണ്ടത്തരം പറയാമോ? ആക്ച്വലി ഇഷ്ടം പോലെ തന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. പറഞ്ഞു ഞാൻ കരയും. ശരിക്കും ഭയങ്കര പേടിയുള്ള ആളാണ് അല്ലേ? എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അല്ലേ? ഈ ഫ്ലൈറ്റൊക്കെ ഇരുന്ന് നമ്മളൊക്കെ പോകുമ്പോ നടുക്കൊക്കെ ഇരുന്നിട്ട് എപ്പോഴും ഫുഡ് കഴിക്കലാണ്. ഫ്ലൈറ്റിലെ കാര്യം എന്നോട് പറയരുത്. അല്ല അതല്ല, ഞാൻ വേറെ ഒന്നല്ല, എപ്പോഴും ഈ ചിക്കൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അച്ഛനും അമ്മനും കഴിഞ്ഞ പിന്നെ ചിക്കനാണ് ഏറ്റവും വലുത്. എപ്പോഴും നോക്കലും ഈ ഭക്ഷണം കൊണ്ടുവന്നു പാട്ടൊന്നും നോക്കൊന്നുമില്ല. അല്ല, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാനപ്പോ നിർത്താൻ വേണ്ടിട്ട് ഒരു കാര്യം ഒരു ദിവസം പറയും, നടുക്ക് ഇങ്ങനെ എപ്പോൾ ടിന്നിട്ട് പോകുമ്പോൾ ഞാനും പക്കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്, എപ്പോ നോക്കിയാലും ജോസിനെ ചിക്കനും പിടിച്ചിരിക്കുന്നത്. ഞാൻ കരുതുന്നത് മൈക്കാണെന്ന് കരുത്. അല്ല എന്നിട്ട് ഞങ്ങള് പറഞ്ഞേ പേടിയുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ടിനി പറഞ്ഞു ഭയങ്കര പേടിയാണ്, പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കോളൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ ഈ ഫ്ലൈറ്റ് അടിയിൽ നോക്കിയത് അറബിക്കടലാണ്, ഈ ഫ്ലൈറ്റ് അങ്ങനെ പൊട്ടിത്തെറിച്ച് പോയാൽ അയ്യോ ചിക്കനൊക്കെ വലിച്ചെറിഞ്ഞ് കിടന്നുറങ്ങി. ഭയങ്കര ഭാവന കേട്ടോ, ഒരു രക്ഷയില്ല. ഈ ബിചേട്ടനുണ്ടല്ലോ, ബിചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആകെ മിണ്ടാണ്ടിരിക്കുന്ന സമയമാണ് വിമാനത്തിൽ കയറി കഴിഞ്ഞ. സീറ്റ് ബെൽറ്റ് ഇട്ടൊരു ഇരിപ്പുണ്ട് ഇങ്ങനെ. അല്ലല്ല, ഞാൻ ഐറ്റത്തെ കുറിച്ച് ഐറ്റത്തെ കുറിച്ച് അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാല് ചേട്ടന് ശബ്ദം കേക്കാം. അത് ചേട്ടൻ ദീർഘശ്വാസം വിടുന്ന ശബ്ദമാണ്, ആശ്വാസം കൊണ്ട്. അല്ല, ഇതുവരെ ഞാൻ പുറത്ത് പറഞ്ഞില്ലെന്നുള്ളൂ. ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചേട്ടനോട് കൂടെ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് പറയുവാണ്, ഫ്ലൈറ്റ് കയറാൻ നേരത്ത് ചേട്ടനെ വീട്ടിൽ നിന്ന് പാമ്പേഴ്സ് ഉടുപ്പിച്ച ഈ പേടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റിൽ കയറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സുബിനെ കാണുമ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പുതിയ വിശേഷങ്ങൾ, ജോസിന്റെ പുതിയ വിശേഷങ്ങൾ. കുട്ടിക്ക് പേര് അടുത്ത റൗണ്ട്. കുട്ടിക്ക് പേരിട്ടോ? കുട്ടിക്ക് പേരിട്ടു. എന്താ പേര്? ശിവം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഇവിടെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പിന്നെ അപ്പൊ അതിനകത്ത് കുറച്ച് കുസൃതി ചോദ്യങ്ങളാണ്. അധികം ഒന്നുമില്ല, ഒരു 3 ചോദ്യം. 3 പേരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. അല്ല നമ്മളല്ലോ, ജോൾസിനല്ലേ മാത്രമുള്ള ചോദ്യം. ഞാൻ മാത്രം ഉത്തരം പറയണ്ട. അത് കനമാകുമ്പോൾ ഞങ്ങൾ വരാം, കുഴപ്പമില്ല. സഹായിക്കണം. ഞങ്ങളുടെ ബുദ്ധിക്ക് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടരുത്. ലോകത്ത് ഇന്നേ വരെ ആർക്കും ചവിട്ടി കയറാൻ പറ്റാത്തൊരു പടി പറയൂ. പടിയാ? അല്ല, വീഴ്ചയുടെ സഹായിക്കണമെന്നില്ല. ആദ്യം ആർക്കും ചവിട്ടി കയറാൻ പറ്റിയിട്ടില്ലാത്ത പടി. ചോദ്യാണ്. തോപ്പുംപടി. തോപ്പുംപടിയിൽ ആർക്കും ചവിട്ടി കയറാൻ പറ്റിയില്ല. തോപ്പുംപടി ചവിട്ടി കയറാല്ലേ? തോപ്പുംപടി കൂടെയാണ് വന്നത് എപ്പോഴും. ദേറാപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അയ്യോ അറിയാം.
അമ്മ വീടെന്തോ അവിടെയാ. അതെ. ഇടയ്ക്കിടയ്ക്ക് പറയും. ചവിട്ടി കയറാൻ പറ്റാത്ത പടിയോ? ലോകത്ത് ആർക്കുമാണ് ആർക്ക് പിന്നെ വരെ ചവിട്ടി കയറാൻ പറ്റിയിട്ടില്ലാത്തൊരു പടി. സുബി മറ്റേ പഴനിയിൽ പോയിട്ടുണ്ടോ? അല്ല പടി ചവിട്ടാണ്ട് മറ്റേ ഇത് ക്രെയിനിൽ പോവാ. ഇന്നേ വരെ ആരും ചവിട്ടി കയറിയിട്ടില്ലാത്ത പടി. ഞാൻ ഇങ്ങനെ തലപുണ്ണാക്കി എന്റെ ജീവിതത്തിൽ ആലോചിച്ചിട്ടില്ല. തല വേദന എടുക്കണു. എന്താ ഈ പടി ഒരു പണിയാ ഓട്ടാ. ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടും. കിട്ടാണ്ടിരിക്കില്ല. ഞങ്ങൾ സഹായിക്കാം. അല്ല ഇത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത്രയൊക്കെ ആലോചിച്ച ഒരാളോട് ഇനി ഇതിന്റെ ഉത്തരം പറയുമ്പോഴത്തെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കും. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നടപടി മറുപടി ഇതൊന്നും ഇന്നുവരെ ആർക്കും ചവിട്ടി കയറാൻ പറ്റാത്ത ചില പടികളാണ്. ഓഡിയൻസിന് ഫുൾ സപ്പോർട്ട്. താങ്ക് യു. ഓക്കെ 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 ഓക്കെ. പക്ഷെ ഞാൻ ഈ പടി രണ്ടും ചവിട്ടിട്ടുണ്ട് കേട്ടാ. എഴുതിയിട്ടിട്ട് ചവിട്ടിട്ടുണ്ടെങ്കിൽ മറുപടി അല്ല അങ്ങനെ ചവിട്ടിക്കൂടെ? ക്യാൻസലായി. എപ്പോഴും പ്രേമലേഖനം കിട്ടിയപ്പോഴത്തേക്ക് മറുപടി പ്രേമലേഖനത്തിന് മറുപടി ആയിട്ട് എപ്പോഴും ഞാൻ ചവിട്ടണം. അത് ചവിട്ടി. അതെ എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് ചവിട്ടി. അത് ഞാൻ എപ്പോഴും ചവിട്ടണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു മരം, ഇത് പറയാൻ പറ്റും? എല്ലാ മരങ്ങളും മനുഷ്യനുണ്ടാക്കണല്ലേ? മനുഷ്യൻ ഉണ്ടാക്കുന്നതാണോ മരങ്ങള്? സമരം ആ, കണ്ടോ? സമരം സമരം സമരം. എന്റെ അമ്മോ. കണ്ടോ, മറ്റുള്ള സന്തോഷം കണ്ട. മെഡിക്കല്ല മറ്റേ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചാൻസ് റാണിയായിരുന്നു സമരത്തിനൊക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അവര് പാടാൻ പറ്റാണ്ട്. പോടുന്നു. ഞാൻ തോറ്റു. അല്ലേ? എന്തോ ഒരു സന്തോഷം. അല്ല, അതെന്താ ഈ correct ആണെന്ന് പറയാത്തതെന്താണ്? Correct ആണെന്ന് പറയാത്തതാണ്. എന്റെ റിയാക്ഷനിൽ നിന്ന് അത് വ്യക്തമായിരുന്നല്ലോ. അത് ഓഡിയൻസിന് അറിയില്ല, ജനങ്ങൾക്ക് അറിയില്ല. ബീച്ചേടൻ പറഞ്ഞ കറക്റ്റ് ആണെന്നൊന്ന് പറ. ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. തേനീച്ച പാടാൻ അറിയാത്തതുകൊണ്ടാണ് അത് മൂളുന്നത്. അങ്ങനെ വേണം. എന്താ ഒരു സന്തോഷം. കൊച്ചുള്ളവരെ പല പരാജയമായി പോയല്ലോ. ഞാൻ വളരെ പരാജയമായി. ഒരെണ്ണം പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, മുഖത്ത് ചുണ്ടൻ വെള്ളം പിറ്റിയ ഒരാളുണ്ട് കേട്ടോ. അശ്വതി, നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ലേ? ഇല്ല. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉഷയുടെ മീശ അല്ലെന്ന്. ആ, എന്നാ വേറെ ഒരു ആക്ഷൻ കാണിക്കാം. ഉഷയുടെ ഉഷയുടെ ടൈ. അതൊന്നും അല്ലെന്ന്. ആ, പിന്നെ ഉഷയുടെ തുണിയും ഈ സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ ഉടൻ പാടില്ല, ആക്ഷൻ മാത്രം. ആണല്ലോ അല്ലേ? ഉഷയുടെ അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? സ്ഥിരമായിട്ട് ചെയ്തു കൊടുക്കണം. മനസ്സിലായില്ല ചേട്ടാ. ചേട്ടാ പറ. ഉഷയുടെ ഭർത്താവാണ്. ഹേ, വെറുതെ മനസ്സിലായില്ലേ? ഞാൻ കരുതി ഉഷയുടെ ടൈലർ മിഷൻ ആയിരിക്കും. അതൊന്നുമല്ല. അതെ, ഇന്നലെ വൈഫ് മെസ്സേജ് അയച്ചിരുന്നില്ല. ഉഷ മെസ്സേജ് അയച്ചിരുന്നില്ല അശ്വതിക്ക്. ആ, ശരി ശരി. ഒരു ഉഷ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ ഞാൻ വായിച്ചു. എപ്പിസോഡിൽ പാട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു അല്ലേ? അതുകൊണ്ട് ഞാൻ പാട്ട് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പാട്ടില്ലെന്നോ? അല്ല, എന്താ 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 കാട്ടിലമ്മനെ പാട്ട് പഠിപ്പിച്ചത് ആര്? തന്നെ ആരെയും ഈ പാട്ട് പഠിപ്പിച്ചേ? എന്റെ അച്ഛൻ ചത്തുപോയി. അതല്ല ചേട്ടാ, ഞാൻ എന്ത് മെസ്സേജ് അയച്ചു നിങ്ങൾ ഈ പറയുന്നത്? എന്റെ പേര് ഊപ്രി പ്രതീഷ്, എന്റെ ഭാര്യ ഉഷ, മനു, സനു. ഞങ്ങളുടെ പേര് എപ്പിസോഡിൽ പറയണമെന്ന് പറഞ്ഞിട്ടേ എപ്പിസോഡിൽ പാട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയച്ചില്ലേ? അതല്ല, നിങ്ങളുടെ പേര് എപ്പിസോഡിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത്. പറ്റില്ല. ആ, പറ്റില്ല. PATT ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തപ്പോ അല്ലല്ലേ, പാട്ടില്ലെന്നല്ല, പറ്റില്ലെന്നാണല്ലേ? പറ്റില്ലെന്നാണ്. എന്നാലും എന്റെ വരുന്ന എപ്പിസോഡിൽ പറയണം ഊപ്രി പ്രതീഷ്. അല്ല ചേട്ടാ, ഇത് പറ്റിയത് വലിയ ഷോ ആണ്. ഇവിടെ ഒന്നും ഈ പരിപാടി പറ്റില്ല. ഇതൊക്കെ വലിയ ഷോ ആണ്. ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. എന്റെ ഭാര്യ പറഞ്ഞ കറക്റ്റായി. പറഞ്ഞ ഇന്നലെ എപ്പിസോഡ് കണ്ടിരുന്നപ്പോ അവള് പറയേ ഈയിടെയായിട്ട് ബിജുക്കുട്ടൻ ഇവിടെ കിടന്ന് വലിയ ഷോയാന്ന്. ഇപ്പൊ എനിക്ക് ഡയറക്റ്റ് മനസ്സിലായി ബിജുക്കുട്ടൻ ഭയങ്കര ഷോയാന്ന്. ചേട്ടാ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ UP പ്രദേശ് എന്നുള്ള പേര് ഇവിടെ പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇത് നല്ലൊരു ഷോ ആണിത്. മുമ്പോട്ട് അല്ല, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ എപ്പിസോഡിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്തിന് ഗാന്ധി ജയന്തി ഇടന്ന് ഗാന്ധിയുടെയും ജയന്തിയുടെയും പേര് രണ്ടായിട്ട് നിങ്ങൾ പറയുന്നില്ലേ? അപ്പൊ എന്റെ പേര് പറഞ്ഞാൽ എന്താ? ഊപ്രി പ്രതീഷ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ല, ഇത് ഇത്ര വലിയ സംഭവമാണോ ഇത്? ഇതൊന്നും അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഊപ്രി പ്രതീഷ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയ്യോ, അതിന്റെ അർത്ഥം എന്ന് അറിയാൻ പാടില്ല. ഈ കോട്ടക്കെട്ടിട്ട് വന്നിരിക്കണം. ഊപ്രി എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? ഇല്ല. ഊപ്രി ചെറുത്, ഊപ്രി ഊപ്രി ആ, ചെറുത്. ചെറുതിനെയാണ് ഊപ്രി എന്നല്ലേ? അതിന്റെ കൂടെ തന്റെ പേരും അല്ലേ? ചേട്ടാ, എന്തായാലും ഈ ഷോയിൽ ഈ വീട്ടുകാരുടെ പേരൊന്നും പറയാൻ പറ്റില്ല. ജോൾസൺ ഇവിടെ വന്ന് നിൽക്കല്ലേ? ആ, അത് കൊള്ളാം. നോയിക്കേ, ഞാൻ എന്തോരം ആരാധിക്കുന്ന ഒരു നടനാണ് ബിജുക്കുട്ടൻ. സുവിയുടെയും പ്രോഗ്രാം കണ്ടിട്ട് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അശ്വതിയുടെ കാര്യം പറഞ്ഞില്ല, ഇപ്പൊ നിറഞ്ഞു നിൽക്കല്ലേ സൂപ്പർ നൈറ്റിൽ. നിങ്ങൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കണത്. ഇതിന്റെ മൈലേജിനെ കുറിച്ച് അറിയാനായിട്ട് ജോൾസിനെയൊക്കെ വിളിച്ചു വരി തീർത്തിട്ടോ വല്ല കാര്യമുണ്ടോ? ജോൾസിനൊന്നും വേണ്ട, ഇത് സൂപ്പർ പ്രോഗ്രാം. ആൾക്കാർ കൈയടിക്കും, നോക്കിക്കോ. ചേട്ടാ, ആ ജോൾസ്യനല്ല, ഇത് പാട്ടുകാരി ജോൾസ്ന. മിമിക്രിക്കാരനാ, മന്ത്രവാദികളാണ്.
കബഡി നടത്തുന്ന ജോൾസിനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, പാട്ടുകാരി ജോൾസിനെ, പ്ലേ ബാക്ക് സിംഗർ. പാട്ടാണേലും ജോലിച്ചാണേലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും, ഉറപ്പ് കാര്യം. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോ. ചേട്ടന്റെ യൂപ്രി പ്രതീഷ് അല്ലേ? യൂപ്രി പ്രതീഷും പിന്നെ ഉഷയും സനു മനു അല്ലേ? നിങ്ങളുടെ ഫാമിലിയുടെ കാര്യം അല്ലെങ്കിൽ പേര് ഞങ്ങൾ ഈ ഷോയിൽ പറഞ്ഞാൽ ചേട്ടന് എന്താണ് അതുകൊണ്ടൊരു ഗുണം? എനിക്ക് പരിപാടി കിട്ടും. എന്ത് പരിപാടി? അയ്യോ, ഞാൻ ഒന്നാം തരം വില്ലടിച്ചാൻ പാട്ടുകാരനല്ലേ? വില്ലടിച്ചാൻ പാട്ട് വെറുതെ അല്ല ഈ മീശ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ. വില്ലടിച്ചാൻ പാട്ടുകാരനാ. പാട്ടിന്റെ ഒരു വലിയൊരാളുണ്ടാവില്ലേ? ഉപജ്ഞാതാവ്. ഉപജ്ഞാതാവ് അതറിയാൻ പാടില്ലേ? ജോസിനൊക്കെ അറിയാവോ? അതാണ് വില്യം വേഡ്സ് വർത്ത്. വില്ലടിച്ചാൻ പാട്ട് വേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാചകം. വാചകം തെറ്റിക്കാതെ വർത്തിക്കുന്നവൻ, അതാണ് വില്യം വേഡ്സ് വർത്ത്, ഞങ്ങളുടെ ഉപജ്ഞാതാവ്. കിടിലൻ പരിപാടിയാ, കണ്ടിട്ടില്ലല്ലേ നിങ്ങൾ? ചേട്ടന്റെ പാട്ട് എന്താണ് അപ്പൊ ശരിക്കും? എന്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഊപ്പറി പ്രതീക്ഷ സംഘം അവതരിപ്പിക്കുന്ന വില്ലടിച്ചാൻ പാട്ട്. ഞാൻ ഗ്രൗണ്ട് ഈ ജോൾസിലൊക്കെ പാടി ഇളക്കുന്ന പോലെ ഞാൻ ഇളക്കും. ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ചിട്ടപ്പെടുത്തിയ ഒരു ഉഗ്രൻ ഒരു സാധനമുണ്ട്, ഗ്രൗണ്ട് ഇളക്കുന്ന പാട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടിയേ. വില്ലി 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 വരാ വില്ലി ചക്കട്ട 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 വില്ലി വില്ലി വില്ലി. ചേട്ടാ ഇതല്ല, നിങ്ങൾ വില്ലടിച്ചാൻ പാടില്ല. വില്ല് ഇങ്ങനെ വെച്ചിട്ട് കഥ പറയുമ്പോ ഒരു പാട്ട് പാടൂലേ? ഓ, പുരാണം. അത് ഉഗ്രൻ ഒരു സാധനമുണ്ട്, നന്നായിട്ട് കേട്ടോ. ലങ്കക്കടലിൽ അകലയെങ്ങാനിരിക്കും സീതയറിയാനിരിക്കും സീതയറിയാൻ, ഇവിടെ നിൽക്കും രാമനി ഒരുപാടുണ്ട് പറയാൻ, ഒരുപാടുണ്ട് പറയാൻ. കേട്ടവാദിക കഥവാദി ഹനുമാൻ ചാടി കടലിൽ, ഹനുമാൻ ചാടി കടലിൽ. ചാടാൻ പറ്റേ? ചേട്ടാ ഇത് മാപ്പിളഗാനമാണ്. അറബ് നാട്ടിൽ അകലെ എങ്ങാണ്ടിരിക്കും ബാപ്പ അറിയാൻ. ഇത് മാപ്പിളപ്പാട്ടാണ്. വെറുതെ അമ്പലപ്പറമ്പ് ഇത് പാടുമ്പോ കേറി അപ്പൊ തന്നെ ഗുമ്മൻ ഇടിയിരിക്കട്ട് തന്നെ. അല്ലേ അത് പറ, ഇത് മാപ്പിളപ്പാട്ടാണ്. അമ്പലത്തിൽ പറ്റിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ വില്ല് നമുക്ക് പള്ളിയിൽ പാടാൻ പറ്റും. വില്ലിന് പകരം ചേട്ടന്റെ എല്ലായിരിക്കും അവർ ഊരാൻ പോകുന്നത്. അത് കറക്റ്റാ. എന്നാ പിന്നെ അത് വേണ്ട. ഒരു കാര്യം ചോദിച്ചത്, എന്റെ പേര് ഊപ്രി പ്രതീഷ് ഉഷ മനു സനു. ഒന്ന് എപ്പിസോഡിൽ പറഞ്ഞു പറയാൻ പറ്റില്ല, നിങ്ങൾ പോയെന്ന് പറയല്ലേ? ഉറപ്പാണോ? പറയില്ല. അങ്ങനെയാണെങ്കിൽ അശ്വതി എന്നോ തല്ലിക്ക്. ഒന്ന് തല്ല അശ്വതി. ജോത്സ്യ ഒന്ന് പറ, സുബി ഒന്ന് പറ, ഒന്ന് തല്ല. അല്ല ഈ അശ്വതി അങ്ങനെ ആരെയും തല്ലൂല, ഭർത്താവിനെ മാത്രമേ തല്ലുള്ളൂ. അയ്യോ അതല്ല, അശ്വതി എന്നെ ഈ ഫ്ലോറിൽ വെച്ച് ഒന്ന് തല്ല്. നിങ്ങൾ എന്തായാലും എന്റെ പേര് പറയല്ലോ, ഒന്ന് തല്ലി. ഞാൻ എന്തിനാ നിങ്ങളെ തല്ലുന്നേ? എന്തിനാ തല്ലുന്നെന്നാ? അശ്വതി ഈ ഫ്ലോറിൽ വെച്ച് എന്നെ തല്ലിയാൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണും. അപ്പൊ എനിക്ക് അടുത്ത വർഷം ഷോക്കാർഡ് ഇറക്കാം. കോമഡി സൂപ്പർ നൈറ്റ് ഫെയിം അശ്വതി തല്ലിയ ഊപ്രി പ്രതീക്ഷ സംഘം അവതരിപ്പിക്കുന്നത് വില്ലടിച്ചാൻ പാട്ട് എന്തോരം വേദി കിട്ടുമെന്ന് അറിയാമോ? അശ്വതി ഒന്ന് തല്ലി പ്ലീസ്. ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് തല്ലി എനിക്ക് ആരെയും തല്ലാൻ ഉദ്ദേശമില്ല. അശ്വതി ഒന്ന് തല്ലി പ്ലീസ്. അതെ അശ്വതി അങ്ങനെ ആരെയും തല്ലില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ആരെയും തല്ലാറില്ല. ഇങ്ങനെ തനിക്ക് ഫെയിം ആവാ അല്ലെങ്കിൽ ഫേസ് അല്ല ഇങ്ങനെ പ്രോഗ്രാം കിട്ടാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ തല്ല, ബിജുക്കുട്ടൻ തല്ല. അതിന്റെ ആവശ്യമില്ല. അതെന്താ? വെറുതെ കണ്ടവന്റെ എന്നൊക്കെ തല്ലി മേടിച്ചിട്ട് പോകാൻ എനിക്ക് വല്ല വഴിപാടുണ്ടോ? പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. എന്നാ പിന്നെ ഓക്കെ. മാരണങ്ങളാണല്ലേ വന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കിടക്കാണ്. അതാണ് നമ്മുടെ ഡംഷർ ആർട്സ് റൗണ്ട്. ഇത് എന്തായാലും കളിച്ചിട്ടുണ്ടാവുമല്ലോ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. ഇതിനകത്തൊരു മൂവിയുടെ പേര് എഴുതിയിട്ടുണ്ടാവും, അപ്പൊ ചില വ്യക്തികളുടെ പേര്. അതെ, ഓക്കെ. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പേര് ഒരാൾ ഈ കാർഡ് എടുക്കുക, കാർഡ് എടുക്കുന്ന ആളത് ബാക്കിയുള്ളവരൊക്കെ കാണിച്ചു കൊടുക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അഭിനയിച്ച് കാണിക്കാം, സംസാരിക്കാൻ പാടില്ല. ഓക്കെ ശരി. ഞാനിത് അടുക്ക് നിൽക്കാം, ഈ സൈഡിലോട്ട് ആക്ട് ചെയ്ത് കാണിക്കണം. ബീച്ചേട്ടൻ കാർഡ് എടുക്കാൻ പോവാ. നോക്കാൻ പാടില്ല. ഞാൻ നോക്കൂല. ഇതൊക്കെ ഞാൻ എങ്ങനെ കാണിക്കും? എങ്ങനെ കാണിച്ചോ? 2 വീടുണ്ട്. പഠിച്ചു. 2 വീടുണ്ട്. രണ്ടാമത്താ. ഓക്കെ. പോലീസുകാരൻ. പോലീസ്. ഓക്കെ. 2 പോലീസ്. ഇരട്ട പോലീസ്. പോലീസ്. ഓക്കെ. പോലീസ്. ഓക്കെ. ഇനി ആദ്യത്തെ. കള്ളനും പോലീസും. അതെ. കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് ആരോടും പറയരുത്. നിങ്ങൾ തമ്മിൽ സ്വകാര്യം പറയുന്നത് എന്നോട് പറയണേ. ആദ്യത്തെ പോലീസ്, രണ്ടാമത്തെ പോലീസ്, ഫസ്റ്റ് വേർഡ് സ്വകാര്യം പറയുന്ന പോലീസ്. പോലീസ്. അടുത്തത് സില്ലി ക്വസ്റ്റ്യൻ.
ചേച്ചി ആക്ട് ചെയ്ത് കാണിക്കാം. ഞാനോ? ആ എന്താ മികച്ച എന്താണ് അങ്ങനെ പണിയെടുക്കാം അങ്ങട് ആ കാണിച്ചോളൂ. അടിപൊളി. 2 വാക്ക്. ആദ്യത്തെ വാക്ക് പടക്കം പൊട്ടണം. നക്ഷത്രം. 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 ശരി. രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ നക്ഷത്രത്താരാട്ട്. നന്നായി കാണിച്ചു. വെരി ഗുഡ്. ഓക്കെ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ എടുക്കാം, അഭിനയിച്ച് കാണിക്കും. ശരി ആയിക്കോട്ടെ. ശരി. അത് ശരി. ഒറ്റ വാക്ക്. സ്പ്ലിറ്റ് ചെയ്തു. അല്ല ഒന്നാമത്തേത് അങ്ങനെ തന്നെ. കുരങ്ങൻ. വാലുള്ള ജീവി. വാൽമാക്രി. വാൽമാക്രി. തവള. തവള. വാല്. വാല്. വാല് മുറിച്ച്. വാല് മുറിച്ച്. വാല് മുറിച്ച്. പല്ലി. പല്ലി. പല്ലിയല്ലേ വാല് മുറിക്കാൻ? വാല് മുറിച്ചിട്ട് പല്ലിയാ കറക്റ്റാ. അല്ല വാല് മുറിച്ച്. തവളയുടെ വാല് മുറിച്ച് ഓക്കേ, സാപ്പിക്കൂടെ കൊടുത്ത്. ചേട്ടാ കോൺസെൻട്രേഷൻ കളയാതെ. വാല്. ആകെ ഒരു വാലേ ഉള്ളൂ. എല്ലാ ജീവിക്കും ഒരു വാലുള്ളൂ. പൗഡർ ഇട്ടു. പൗഡർ ഇട്ട് സാപ്പിക്കോടേക്ക് പൗഡർ ഇട്ടു. വാല് മുറിച്ച് മേക്കപ്പ് ഇട്ടു. വാല് മുറിച്ച് പൗഡർ ഇട്ടു. അത് കൈ. നാടകത്തിന് പോവാൻ. പൗഡർ ഇട്ടത് വാല് മുറിഞ്ഞു പോയി. വാല് മുറിച്ചപ്പോ സുന്ദരിയായി. അത് തന്നെ കറക്റ്റ്. കറക്റ്റാ പറയണോ. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പാവം പറയാല്ലേ. വാൽക്കണ്ണടിയല്ലേ? അഭിനയിച്ച് പഠിക്കുന്നത്. അപ്പൊ പറയൂ, ഇനിയിപ്പോ ഏതാണ് പുതിയ പാട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്? എന്റെ ലാസ്റ്റ് ഒരു ബിഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന റിലീസായത് പത്തേമാരിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ ഫിലിമാണ്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ അടുത്ത് ഇറങ്ങിയത് സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് സാറൊക്കെ അഭിനയിച്ച പടം. ഇനി റിലീസ് ആവാനിരിക്കുന്നത് അഡ്വെഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ ഫിലിമാണ്. അപ്പം അതാണ് ഇനി അടുത്ത വരാനിരിക്കുന്ന പാട്ട്. അതെ അതെ. ബിജുക്കുട്ടൻ ചേട്ടാ എന്താ പറയാനുള്ളത്? അല്ല അപ്പൊ നമുക്ക് അവസാനമായിട്ട് ഒരു നല്ല അടിപൊളി പാട്ട് കേൾക്കണ്ടേ? എന്തായാലും അടിപൊളി പാട്ട്. ഒരു അടിപൊളി പാട്ടോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ മലയാളി പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ട്? എപ്പോഴും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം മലയാളി പ്രേക്ഷകരൊക്കെ ഞങ്ങളെയൊക്കെ ഇത്ര സ്നേഹത്തോടെയൊക്കെ നോക്കി കാണുന്നോണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു നന്ദി എപ്പോഴും മനസ്സിലുണ്ടാവും. സത്യമായിട്ടും താങ്ക് യു വെരി മച്ച്. അപ്പൊ ഒരുപാട് കാലം നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷിപ്പിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് സിനിമയിലൊക്കെ ഒന്ന് അഭിനയിച്ച് ഒരുപാട് ഷോസ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു സ്ഥിര സാന്നിധ്യമാവട്ടെ ഒരുപാട് കാലം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് പവേർഡ് ബൈ ചുങ്കൻ ജ്വല്ലേഴ്സിന്റെ വളരെ മനോഹരമായ വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് അവസാനിക്കാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു തകർപ്പൻ പാട്ട് പാടും അല്ലെ? അപ്പൊ മൈക്കെടുത്തോ. बिच्छू मेरे